മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ വിപിൻ റോൾഡൻ്റ് കൂടി സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നുണ്ട്. ഡോക്ടർ വിപിൻ റോൾഡൻ്റ്, നമുക്കറിയാം ഈ 2 മാസം മുൻപ് കോട്ടയം ഏറ്റുമാനൂരിലെ ഷൈനി എന്ന വീട്ടമ്മ 2 മക്കളെയും കൂട്ടി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവം അന്ന് കേരളമേറെ നടുക്കത്തോടെ കേട്ട വാർത്തയാണ്. വിശദമായി നമ്മളത് ചർച്ച ചെയ്ത വിഷയമാണ്. എന്തുകൊണ്ടാണ് ഈ വീട്ടമ്മമാർ അല്ലെങ്കിൽ ഈ അമ്മമാർ മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യുന്നത് എന്ന ചോദ്യം. അതിനുശേഷം ഇന്നലെ ഏറ്റുമാനൂരിൽ നിന്ന് തന്നെ ജിസ്മോൾ അഭിഭാഷകയാണ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് പൊതുപ്രവർത്തകയാണ്. അങ്ങനെ ഈ പൊതുജനങ്ങളുമായൊക്കെ ഇടപെടുന്ന ഒരു വീട്ടമ്മ, ഒരു യുവതി മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യുന്നു. തൊട്ടു പിന്നാലെ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നും താര എന്ന യുവതി 2 മക്കളെയും കൂട്ടി, പിഞ്ചു കുഞ്ഞുങ്ങളെയും കൂട്ടി ജീവനൊടുക്കിയ സംഭവങ്ങൾ. എന്തായിരിക്കാം ഈ യുവതികളെ, ഈ അമ്മമാരെ ഇങ്ങനെ ആത്മഹത്യക്ക്, മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകം? നമുക്ക് ഇത് തീർച്ചയായിട്ടും ഒരു വേദനാജനകമായിട്ടുള്ള സാഹചര്യങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഏതൊരു ആത്മഹത്യയും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മരണവും തീർച്ചയായിട്ടും അത് സംഭവിക്കുമ്പോൾ നമ്മൾ പത്രമാധ്യമങ്ങളിലും മറ്റ് ചർച്ചകളിലൂടെയൊക്കെ അത് കടന്നു പോകുമ്പോൾ ഈ വാർത്തകളൊക്കെ മറ്റു ചില ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആ മറ്റു ചില ആളുകൾ ജീവിക്കണോ മരിക്കണോ എന്ന ചിന്തയിൽ ജീവിതം ഓൾറെഡി വീർപ്പ് മുട്ടി കഴിയുന്ന കുറച്ചധികം ആളുകൾ അവരൊരുപക്ഷെ ഇത്തരം വാർത്തകളെ ഞെട്ടലോടുകൂടി ആയിരിക്കില്ല കാണുക. ഷൈനിയുടെ തീർത്തും ദുഃഖകരമായിട്ടുള്ള ആ ഒരു വാർത്ത നമ്മൾ ഏറ്റവും അധികം നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ആ വാർത്ത ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഫാമിലീസ് ഒരു മാതൃകയായിട്ടോ മോഡലായിട്ടോ തങ്ങളുടെ നിത്യദുഃഖത്തിൽ നിന്നുള്ള മോചനമായിട്ടോ വേറൊരു രീതിയിലാണ് വ്യാഖ്യാനിച്ചെടുക്കുക എന്നതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. പരിഹാര മാർഗങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ചാനലിലും പത്രങ്ങളിലും മറ്റ് സൊസൈറ്റിയിലൊക്കെ നടക്കുന്നതൊന്നും ഇവരുടെ മനസ്സിലേക്ക് വരില്ല. ഇവർക്ക് സമാനമായ കുടുംബ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സോഷ്യൽ മോഡൽ എന്ന രീതിയിലേക്കാണ് പലപ്പോഴും കാണുക. നമ്മൾ എത്രയൊക്കെ സൂക്ഷിച്ചാലും എത്രയൊക്കെ തരത്തിൽ പക്വതയോട് റിപ്പോർട്ട് ചെയ്താലും ചിലപ്പോൾ മരണമെന്നോ ആത്മഹത്യയെന്നോ ഇത്തരമുള്ള വാക്കുകളൊക്കെ ആവർത്തിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴോ ഇത്തരത്തിൽ ഡിപ്രസീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാർ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരൊക്കെ അവരുടെ സ്വമേധയുള്ള പ്രതിവിധിയായിട്ട് ഇതിനെ കാണുന്ന ഒരു സോഷ്യൽ മോഡൽ അല്ലെ സോഷ്യൽ സൈക്കോളജിയുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്ന രീതിയിലേക്കാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നത്. ഈ ആവർത്തനങ്ങൾ നമ്മൾ ഭീതിയോടുകൂടി തന്നെ കാണേണ്ടതുണ്ട്. കാരണം ഓരോ കാലത്തും ഓരോ ട്രെൻഡുകൾ എന്ന് പറയുന്ന പോലെ തനിയെ തങ്ങളുടെ മക്കളെ മുത്തച്ഛനെയും മുത്തശ്ശിയും ഒക്കെ ഏൽപ്പിച്ചിട്ട് വീട് വിട്ട് പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ സ്വമേധയാ ജീവൻ ഒടുക്കിയിരുന്ന തരത്തിലുള്ള വാർത്തകൾ ഒരു കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ തനിക്ക് ശേഷം തന്റെ മക്കൾ അനുഭവിക്കേണ്ടി വരുമോ എന്ന തരത്തിലൊക്കെ ഇവരെന്ന് ചിന്തിച്ചു കൂട്ടുകയോ ഇനി താനില്ലാതെ തന്റെ മക്കൾ മറ്റൊരു രീതിയിലേക്ക് സങ്കടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ അവർക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്നുള്ളത് കൂടി ചിന്തിക്കാതെ അവരെ സ്വമേധയാ സ്വന്തം ചിന്തകൾക്കനുസരിച്ച് കുരുതി കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ വിഷമങ്ങളായിക്കോട്ടെ, കുടുംബ പ്രശ്നങ്ങളായിക്കോട്ടെ, ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, സ്ത്രീധനത്തിന് പേരുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, ജനിച്ചുപോയ ഒരു കുഞ്ഞിന്റെ ജീവൻ എടുക്കാനായിട്ട് ജനിച്ചുപോയ മക്കൾക്ക് പറക്കാനുള്ള ചിറകുകൾ സമ്മാനിച്ചവർ തന്നെ ചിറകറ്റ് കളയുന്ന തരത്തിലേക്ക് പോകാനായിട്ടുള്ള അവകാശം ഒരു മാതാവിനുമില്ല, ഒരു പിതാവിനുമില്ല, ലോകത്തിൽ ആർക്കുമില്ല. പക്ഷെ അവർ ആ ക്രൈമും കൂടെ ചെയ്തിട്ടാണ് പോകുന്നതെന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ മാനസികാരോഗ്യത്തിന്റെ തലത്തിലുള്ള അപജയത്തെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. അതിന് തക്ക രീതിയിൽ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ മോഡൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പോകുന്ന ഈ മോഡൽ കോട്ടയത്ത് നടന്ന സംഭവം, അതിരമ്പുഴ നടന്ന സംഭവത്തിന് തൊട്ടടുത്ത് ഏറ്റുമാനൂരിൽ നടക്കുന്ന 2ാമത്തെ സംഭവം, അതെല്ലാം അടുക്കലുള്ള അയൽവാസികളുടെ സംഭവങ്ങൾ പോലെ നമുക്ക് തോന്നലുണ്ടാക്കുന്നു. തീർച്ചയായിട്ടും ഇത് സാമൂഹ്യ തലത്തിൽ സോഷ്യൽ സൈക്കോളജിയുടെ ഇമ്പാക്ട് ആയിട്ട് തന്നെ നമ്മൾ സോഷ്യൽ മോഡലിംഗിന്റെ തലത്തിൽ തന്നെ നമ്മൾ വേണം മനസ്സിലാക്കാനായിട്ട്. തീർച്ചയായും ഡോക്ടർ വിപിൻ റോൾഡൻ്റ് സൂചിപ്പിക്കുന്ന പോലെ ഇവിടെ ഒരു കൊലപാതകം നടത്തിയ ശേഷമാണ് ഈ വീട്ടമ്മമാരൊക്കെ ആത്മഹത്യ ചെയ്തത്. ഒരിക്കലും അനുകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സംഭവമാണ്. കാരണം നമ്മൾ പലപ്പോഴും ഈ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം കുടുംബങ്ങളിൽ ഇതുപോലെ ചൂഷണം ചെയ്യപ്പെടുന്ന യുവതികളുണ്ട്, വീട്ടമ്മമാരുണ്ട്. ഈ ഷൈനിയുടെ സംഭവം അവിടെ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നും ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള കൊടിയ പീഡനം നേരിട്ടുവെങ്കിൽ ഈ ജിസ്മോളുടെ ഏറ്റുമാനൂരത്തെ ജിസ്മോളുടെ കേസെടുത്ത് നോക്കിയാൽ അവിടെ ഭർത്താവിൻ്റെ ബന്ധുക്കളിൽ നിന്നും വലിയ രീതിയിലുള്ള മാനസിക ചൂഷണം
നേരിട്ടിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതിലേക്ക് പോലീസ് അന്വേഷണം നടത്താൻ പോകുന്നതേ ഉള്ളൂ. നിലവിൽ അവിടെ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ ഡോക്ടർ ബിപിൻ റോഡൻ്റെ ഈ കേസുകൾ, ഇപ്പോൾ ഷൈനിയുടെ കേസ് എടുത്ത് നോക്കിയാലും, ജിസ്മോൾ അല്ലെങ്കിൽ താര, കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ സ്വന്തം മകളെയും കുട്ടി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത് ഒരു പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്കായിരുന്നു. ഇവിടെയൊക്കെ ഈ അമ്മമാർ പെൺകുട്ടികളാണ്. ഇവിടെ അമ്മമാർക്കൊപ്പം മരിച്ചത് പെൺകുട്ടികളാണ്. ഈ പെൺമക്കളാണ്, അവരിനി ആരെ നോക്കും? അത്തരം ആശങ്കയായിരിക്കുമോ? അത്തരം ഈ പെൺമക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളായിരിക്കുമോ അവരെയും കുട്ടി ജീവനെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്? പക്ഷേ ഇതെന്തായാലും ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഈ മക്കളെ കൂടി എന്തുകൊണ്ടായിരിക്കാം അവർ കുരുതി കൊടുക്കുന്നത്? ഇതില് നമുക്ക് ഈ പേരന്റിങ്ങിന് രണ്ട് സൈഡുണ്ട്. പലപ്പോഴും നമ്മുടെ മാനസിക ആരോഗ്യമുള്ള ഒരു പേരന്റിന്റെ കൂടെ വളരുന്ന കുട്ടികളാണ് മാനസികാരോഗ്യത്തിലേക്ക് പോവുക. മാനസിക അസ്വസ്ഥതകളുള്ളവരോ ഇത്തരത്തിൽ കുടുംബ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്നുള്ള കൺഫ്യൂഷനിലൂടെ കടന്നു പോകുന്ന ആളുകൾ, പ്രത്യേകിച്ച് അമ്മമാർ, ഇവരുടെ ആവലാതികളും സങ്കടങ്ങളും ഒക്കെ അവരുടെ മക്കളോടാണ് പറയുക, പ്രത്യേകിച്ച് പെൺകുട്ടികളോടാണ് പറയുക. അപ്പൊ ഇവരുടെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നതിനിടയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നതിൽ നല്ലത് മരിച്ചാൽ മതിയാവുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പലപ്പോഴും ഈ അമ്മ പറയുമ്പോൾ ചിലപ്പോൾ ഈ മക്കൾ തന്നെ അവർക്ക് കുരുന്ന കുട്ടികളാണെങ്കിൽ പോട്ടെ, അല്ലാത്ത ചില കുട്ടികളാണെങ്കിലും നമുക്ക് വേണ്ട അമ്മ, നമുക്ക് ഈ ലോകത്ത് ജീവിക്കേണ്ട അമ്മ എന്ന തരത്തിൽ ഇവരൊരു മറുപടി കൂടെ പറയുന്ന തരത്തിലേക്ക് ഇവരുടെ മനോനിലയിൽ മാറ്റം വരുത്താൻ തക്കവണ്ണമുള്ള നിരന്തരമായ സങ്കടത്തിന്റെ ഷെയറിങ്, നിരന്തരമായ വേദനകളുടെ പങ്കുവെക്കൽ, ചില ഘട്ടത്തിൽ ഈ അമ്മ അനുഭവിക്കുന്ന മാനസിക വ്യഥകൾ കണ്ട് മനസ്സ് തളർന്ന മകൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത തലം, സഹായിക്കാനായിട്ട് മറ്റു റിസോഴ്സുകളൊന്നും ഇല്ലാത്ത കുട്ടികൾ എന്ന് പറയുമ്പോഴേക്കും അവരുടെ ഇടയിൽ ഒരു സംഘബലം ഉണ്ടാവുകയാണ്. ഈ നശിച്ച ലോകത്ത് നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്ന തരത്തിലുള്ള ചിന്തകൾ അവർ പോലും അറിയാതെ അവരുടെ തലത്തിലേക്ക് വരികയാണ്. ഈ ലോകത്ത് നിന്നും മരണത്തിലൂടെ രക്ഷപ്പെട്ടാൽ ജീവിതം എന്നേക്കും സമാധാനകരമാകുന്നുള്ള തെറ്റായ, ഒരു രീതിയിലും ഫോളോ ചെയ്യാൻ പാടില്ലാത്ത, വളരെ അപലപനീയമായ രീതിയിലുള്ളൊരു റോങ് തോട്ട് പ്രോസസ്, കോഗ്നിറ്റീവ് എറർ എന്നാണ് പറയുക. നമ്മുടെ കോഗ്നിറ്റീവ് എററിന്റെ പ്രത്യേകത, കോഗ്നിറ്റീവ് എറർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പോലും അറിയാൻ പറ്റില്ല എന്റെ ചിന്തകളിൽ തെറ്റുകളുണ്ട്, എനിക്ക് യഥാർത്ഥത്തിൽ എന്ത് പ്രശ്നമാണെങ്കിലും ഇത് കടന്നു പോകും, ഇനി വരാനുള്ള ഏത് പ്രതിസന്ധിയാണെങ്കിലും അതിനെ നേരിടുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ വീട്ടിൽ സാഹചര്യമില്ലെങ്കിൽ നമുക്ക് മറ്റ് സാധ്യതകളുണ്ട്, അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട്, പലതരത്തിലുള്ള റിസോഴ്സുകളുണ്ട്. ചില വാതിലുകൾ 5 വാതിലുകൾ മുട്ടി തുറന്നില്ലായിരിക്കാം, 6ാമതും 8ാമതും 10ാമതും വാതിലുകളുണ്ട്. ലോക ചരിത്രം തന്നെ അങ്ങനെയാണ് കാണിക്കുക. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വൈഷമ്യങ്ങളിലൂടെ കടന്നു പോകുന്ന തലത്തിലുള്ള വ്യക്തികൾ, അമ്മയും മക്കളും തമ്മിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളും അമ്മമാരും ഒക്കെ തമ്മിൽ സംസാരിക്കുമ്പോൾ അവരുടെ ഇടയിൽ നമുക്ക് നിർത്തിയിട്ട് പോകാം, ഓടിപ്പോകാം, ഒളിച്ചു പോകാം, നമുക്ക് ജീവിതം അവസാനിപ്പിക്കാൻ തരത്തിലുള്ള വാക്കുകളാണ് സംവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സംസാരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ഒരു ആത്മവിശ്വാസം രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ആത്മവിശ്വാസമാണ് അമ്മ എന്നെ ഇല്ലാണ്ടാക്ക്, എന്നിട്ട് അമ്മ ഇഷ്ടമുള്ളവർ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവൻ കളയാന്നുള്ള രീതിയിലേക്ക് പലപ്പോഴും വരിക. ഇവിടെ സംഭവിക്കപ്പെടേണ്ട രണ്ട് കാര്യങ്ങൾ തീർച്ചയായും അത് തന്നെയാണ് ഡോക്ടർ ബിപിൻ റോഡൻ. നമ്മൾ ഈ കേസുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാലും ഒരുപക്ഷെ ഈ വിവാഹമോചനം നേടുക, കാരണം ഈ ആത്മഹത്യക്കോ കൊലപാതകത്തിനൊക്കെ അതല്ലല്ലോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പരിഹാരം. വിവാഹം ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ വിവാഹമോചനം നേടാം. പക്ഷേ ഇവിടെ അതിനുശേഷം വിവാഹമോചനം നേടിയാൽ ഇനി തൊഴിലില്ലാത്ത സ്ത്രീകളാണെങ്കിൽ മക്കളെയും കുട്ടി എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയായിരിക്കാം. ഇനി സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലാൻ കഴിയുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടാകുമോ എന്നൊരാശങ്ക. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഷൈനിയുടെ കേസും ഈ ജിസ്മോളുടെ കേസും എടുത്താൽ, ഇവിടെ ഷൈനിയുടെ സഹോദരങ്ങൾ വിദേശത്താണ്, ജിസ്മോളുടെ സഹോദരനും പിതാവും വിദേശത്താണ്. അവർക്ക് അങ്ങനെ ഭർത്താവ് മാത്രമല്ലല്ലോ, ഇവർക്ക് മറ്റു ബന്ധുക്കളുടെ കൂടിയും ഒരു മാനസിക പിന്തുണയൊക്കെ ഇവിടെ വേണ്ടതല്ലേ. നമുക്കറിയാം ഈ സമീപകാലത്ത് പുറത്തു വന്ന കണക്ക്, ഈ കോവിഡിന് ശേഷം കേരളത്തിൽ വിവാഹമോചന കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അതിൽ കുടുംബ ബന്ധങ്ങളിലെ പല പ്രശ്നങ്ങൾ കാരണമാകുന്നുണ്ട്, സംശയരോഗം, മറ്റു വിധത്തിലുള്ള സൗഹൃദങ്ങളൊക്കെ ഇതിന് കാരണമാകുന്നുണ്ട്. ഈ വിവാഹമോചന കേസുകളുടെ കണക്കെടുത്ത് നോക്കിയാൽ തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം ജില്ല, ഈ 3 ജില്ലകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകൾ കഴിഞ്ഞ ഒരു വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്.
ഏറ്റവും അവിടെ കാരണം നമുക്കറിയാം ഇതിനു മുൻപ് ഈ കോട്ടയം ജില്ലയുടെ ഒരു സ്വഭാവം എടുത്തു നോക്കിയാൽ കുടുംബ ബന്ധങ്ങൾ വലിയ ഇഴയെടുപ്പും ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. കോട്ടയം ജില്ലയിലെ പല കുടുംബങ്ങൾ അല്ലെങ്കിൽ മധ്യ കേരളത്തിലെ കുടുംബങ്ങളുടെയൊക്കെ ഒരു സ്വഭാവം അതായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം കുടുംബങ്ങളിൽ സംഭവിക്കുന്നുണ്ട്, ഒരു സാമൂഹ്യ അവസ്ഥയിലൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നു. അതാണോ ഈ രീതിയിൽ വിവാഹമോചന കേസുകളും മറ്റുമൊക്കെ വർദ്ധിക്കാനുള്ള കാരണം? നമുക്ക് കുടുംബത്തിന്റെ സംവിധാനങ്ങൾക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ മാനസികാരോഗ്യം, ഭാര്യയുടെ മാനസികാരോഗ്യം, അതുപോലെ തന്നെ ബന്ധുജനങ്ങളുടെ മാനസികാരോഗ്യമൊക്കെയാണ്. നമുക്ക് ഈ ഘട്ടം ഘട്ടമായിട്ട് പല കാര്യങ്ങൾ കൊണ്ട് മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, മറ്റു ലഹരി ഉപയോഗങ്ങളുടെ, ജീവിതക്രമങ്ങളുടെ ഒക്കെ ഫലമായിട്ട് മാനസികമായ ശേഷി നഷ്ടപ്പെട്ട, പ്രതിരോധിക്കാൻ കരുത്തുള്ളവരുടെ തലത്തെക്കാളും കീഴടങ്ങാനായിട്ട് പ്രവണതയുള്ളവരുടെ തലമുറയാണ് വരിക. ലഹരിക്ക് അടിപ്പെടുന്നതിനെ ട്രെൻഡായിട്ട് കാണുന്ന, അല്ലെങ്കിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ അതിനടിമപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ട്രെൻഡായിട്ട് കാണുന്ന, പ്രതിരോധിക്കാനോ എതിരിടാനോ ഉള്ള കരുത്തില്ലാത്ത തരത്തിലേക്കുള്ള വാർത്തകളും അത്തരത്തിലുള്ള സംഭവങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൈൻഡ് സെറ്റുകളുമായിട്ട് ജീവിക്കപ്പെടുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ കൂടെയുണ്ട്. അവർ വളർന്നു വരികയാണ്. അവിടെ വരുമ്പോഴേക്കും പരസ്പരം താങ്ങാകേണ്ടതിന് പകരം പല കേസുകൾ ഇപ്പൊ കോവിഡിന് ശേഷമുള്ള പല കാര്യങ്ങളിലേക്ക് സംഭവിക്കപ്പെടുമ്പോൾ ആളുകൾക്ക് തമ്മിലുള്ള സ്നേഹത്തിന്റെ അകത്ത് പ്രശ്നങ്ങൾ വന്നു കഴിയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ അധികം നാളുകൾ കോവിഡിന്റെ സമയത്തുള്ള ഇഷ്യൂ എന്ന് പറയുമ്പോൾ കുറെ അധികം നാളുകൾ ഒരുമിച്ച് താമസിച്ച ഘട്ടത്തിൽ ഭർത്താവിന് ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഉള്ള ഇഷ്ടം നഷ്ടപ്പെടൽ, അന്ന് ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ട സെൽഫോണുകൾ വഴി മറ്റു ചില ഇഷ്ടങ്ങളിലേക്കുള്ള കടന്നുപോകലുകൾ, സംശയങ്ങൾ ഒറിജിനൽ രോഗമല്ല ഒറിജിനൽ സംശയിക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ വരൽ, ചില കേസിൽ സംശയാസ്പദമായ തലങ്ങളിലേക്ക് വരും. ഇതെല്ലാം എന്തിനാണ് വരിക? ഇത് ഒന്ന് സെൽഫോൺ അഡിക്ഷൻ ആകാം, മറ്റൊന്ന് റിലേഷൻഷിപ്പ് അഡിക്ഷൻ ആകാം, മറ്റൊന്ന് സംശയരോഗവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളാകാം, മാനസിക പ്രശ്നങ്ങളാകാം. അപ്പോൾ സമൂഹത്തിന്റെ മാനസിക അവസ്ഥയിൽ ബലത്തിന് പകരം രോഗാവസ്ഥയിലേക്ക് കടന്നു വന്നതിന്റെയൊക്കെ ഫലമായിട്ട് കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും കുടുംബ ബന്ധങ്ങൾ ഊർജ്ജസ്വലമാക്കണമെന്നും എല്ലാ രീതിയിലേക്കും അത് സ്റ്റേബിൾ ആക്കണമെന്നും തരത്തിലുള്ള പരിശീലനങ്ങളുടെയോ അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ തലങ്ങളിലുള്ള കുറവുകളും വരുമ്പോൾ അവരുടെ മുമ്പിലുള്ള സൊല്യൂഷൻ എന്താണ്? എനിക്ക് ഈ സ്ട്രെസ് ഒന്നും സഹിക്കാൻ വയ്യ, നമുക്ക് പിരിഞ്ഞേക്കാം. അല്ലെ എനിക്ക് ഈ സ്ട്രെസ് സഹിക്കാൻ പറ്റില്ല, ബെറ്റർ ലൈഫ് ഒന്ന് അവസാനിപ്പിച്ചേക്കാം. അപ്പോൾ റെസിലിയൻസ് അല്ലെ പിടിച്ചു നിൽക്കൽ, തിരിച്ചുവരവ്, ഇനി ഒറ്റയ്ക്കാണെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കാൻ, മക്കളെ കൂട്ടി അന്തസ്സായിട്ട് ജീവിക്കുമെന്ന് പറയാൻ തക്കവണ്ണമുള്ള മോഡലുകൾ നമ്മുടെ കുട്ടികളിലേക്ക് കൊടുക്കേണ്ടി വരും, ആളുകളിലേക്ക് കൊടുക്കേണ്ടി വരും. കുടുംബ ബന്ധങ്ങൾ ശാക്തീകരിക്കാനുള്ള കാര്യങ്ങളിൽ കുറെ ആൾക്കാർ മരിച്ചു കഴിഞ്ഞിട്ടല്ല നമുക്ക് ഒരു കാലത്തെ അല്ല കേരളത്തിലെ റോഡുകൾ ഗട്ടറുകൾ കൊണ്ട് 2000 പേരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ പതുക്കെ ഗട്ടർ ഇടാൻ വേണ്ടിയുള്ള ഗട്ടർ മൂടാനുള്ള കാര്യങ്ങൾ ചെയ്തു വന്നിരുന്ന ഒരു കാലമുണ്ട്. അല്ലെങ്കിൽ പല ഘട്ടത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെ ഇലക്ഷൻ വരുമ്പോൾ മാത്രം കുഴിയടയ്ക്കുന്ന പോലെ. അതുപോലെ കുറച്ചുപേര് മരിക്കുമ്പോൾ മാത്രം, കുറെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ മാത്രം നമ്മൾ അതിന്മേൽ ഇന്റർവെൻഷൻ എടുക്കാതെ എല്ലാ തലങ്ങളിൽ നിന്നുകൊണ്ട് കുടുംബത്തെ ശക്തിപ്പെടുത്തി ഹാപ്പി ഫാമിലീസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് ഈ വ്യക്തികൾ നഷ്ടപ്പെടുമ്പോൾ. കുടുംബം എന്ന് പറയുമ്പോൾ ഭർത്താവും ഭാര്യയും മക്കളും മാത്രമല്ല, ടോം പറഞ്ഞ പോലെ തന്നെ സഹോദരങ്ങളുണ്ട്, മറ്റാളുകളുണ്ട്. ചിലപ്പോൾ നമ്മുടെ ആളുകളൊക്കെ നമ്മളെ അവഗണിച്ചെന്ന് തോന്നിയേക്കാം. ചില സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടാകാം, മറ്റു പല കാര്യങ്ങളുണ്ടാവും. സുഹൃത്തുക്കൾ വേണമെന്ന് പറയുന്നത് ഇതാണ്. നല്ല സുഹൃത്തുക്കളെ കിട്ടേണ്ടതിന്റെ ആവശ്യങ്ങൾ ഇതാണ്. ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ നമ്മൾ മറ്റൊരാൾ തുറന്ന് സംസാരിക്കാൻ എല്ലാ കേസിലും മനഃശാസ്ത്രജ്ഞരെ ആവശ്യമില്ല. അടുത്ത സുഹൃത്തുക്കളോട് തുറന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് ആശ്വസിപ്പിച്ചാൽ നമ്മുടെ ഉള്ളിലെ ആ ഘനീഭവിച്ച് കിടക്കുന്ന അവസ്ഥകൾ മാറുമ്പോൾ തന്നെ തെറ്റായ തീരുമാനങ്ങൾക്ക് മാറാൻ സാധിക്കും. ഞാൻ രണ്ടാമത്തെ തലത്തിൽ ഞാൻ സംസാരിച്ചു വരുന്ന സമയത്ത് എനിക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നിയൊരു കാര്യം, നമ്മുടെ ഈ കുട്ടികൾ പ്രതിരോധിക്കാനാവാതെ കീഴടങ്ങി അവരുടെ അമ്മയുടെ തെറ്റായ തീരുമാനത്തിന് വശംവദരായി ജീവിതം ഒടുക്കുന്നതിന് പകരം ചെറിയ ക്ലാസ് മുതൽ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണും മൂക്കും നമ്മുടെ ശരീരഭാഗങ്ങൾ പഠിപ്പിക്കുന്ന പോലെ തന്നെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് അവരുടെ ജീവന്റെ വിലയാണ്. നമ്മുടെ ജീവൻ എടുക്കാൻ അമ്മയ്ക്കോ അച്ഛനോ സഹോദരങ്ങൾക്കോ ആർക്കും, ലോകത്തിൽ ആർക്കും അധികാരമില്ലെന്നും, നിങ്ങൾ ജനിച്ചുവെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് അനുവദിച്ചിരിക്കുന്ന, ദൈവം അനുവദിച്ചിരിക്കുന്ന കാലം പരമാവധി 100 വർഷം വരെയാണ്. കുറച്ചു പേർക്ക് അതിൽ കൂടുതൽ ജീവിക്കുന്നതിനും കുറച്ചുപേർ അതിനു മുമ്പ് പോകുമായിരിക്കും ആരോഗ്യ കാര്യങ്ങളാണ്. പക്ഷേ സ്വമേധയാ ജീവൻ എടുക്കാൻ ഒരു മനുഷ്യന് അവകാശമില്ല. നിങ്ങളുടെ ജീവൻ എടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്ന അമ്മയിൽ നിന്നാണെങ്കിലും അച്ഛനിൽ നിന്നാണെങ്കിലും അതുടനടി മറ്റു തലങ്ങളിൽ അറിയിക്കുക, ഓടി രക്ഷപ്പെടുക. നിങ്ങളെ അഭയമുണ്ടാകുന്ന തരത്തിലേക്ക് അങ്കിളിലേക്കോ ആന്റിയിലേക്കോ മറ്റാളുകളിലേക്കോ ഒക്കെ മാറുക. നിങ്ങളുടെ അമ്മയുടെ തെറ്റായ തീരുമാനം, അച്ഛന്റെ തെറ്റായ തീരുമാനം മൂലം നിങ്ങൾ ഈ ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന വളർന്നു വരേണ്ട ഒരാളാണെന്നുള്ള കാര്യം മറക്കരുത് എന്ന
ആശയം കൂടി നമ്മൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി ജീവനോടുള്ള ഒരു പ്രോ ലൈഫ് ആറ്റിറ്റ്യൂഡ് കൂടി നമ്മുടെ സമൂഹത്തിൽ കൊടുക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആത്മഹത്യക്ക് എതിരെയുള്ള ജീവനെ സ്നേഹിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളും അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കൂട്ടേണ്ടിയിരിക്കുന്നു. വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഡോക്ടർ ബിബിൻ റോൾഡന്റ് ഇപ്പോൾ പങ്കുവച്ചത്. കാരണം നമ്മുടെ ജീവൻ എടുക്കാൻ ആർക്കും അധികാരമില്ല എന്ന് കുട്ടിക്കാലം മുതൽ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുതന്നെയാണ് ഈ കുഞ്ഞുങ്ങളോട് ഡോക്ടർ ബിബിൻ റോൾഡന്റ് പങ്കുവയ്ക്കുന്ന നിർദ്ദേശം. മാത്രമല്ല ഈ ഒരു ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കാരണം ഇതുപോലെ ഷൈനിയെ അനുകരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, കുടുംബജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെ കൂട്ടാത്മഹത്യ ചെയ്യാം. അതല്ല ഒരു മാതൃകയായി കാണേണ്ടത്. കാരണം ഭർത്താവ് നഷ്ടപ്പെട്ടവർ വിധവകളായി ജീവിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളെയും കൂട്ടിയും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. പ്രതിസന്ധികൾ അടിപതറാതെ ജീവിതത്തിൽ വിജയിച്ച് കാണിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ മാതൃകയായി കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുക. മാത്രമല്ല കുടുംബജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടായി ഒന്നിച്ചു പോകാൻ കഴിയുമെങ്കിൽ പരമാവധി പോകുക. കാരണം എല്ലാ വീടുകളിലും പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഒരു പരസ്പരം പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതിനപ്പുറം ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വിവാഹമോചനം, അതല്ലെങ്കിൽ ഈ ആത്മഹത്യയോ കൊലപാതകമോ അല്ല ഇതിനൊക്കെ പരിഹാരമെന്ന് തിരിച്ചറിയുക. സ്പോട്ട് ലൈവിലേക്ക്